പ്രവാസത്തിന്റെ ദീർഘകാല ചരിത്രമുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിലുണ്ടായ രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റങ്ങളിൽ തീർച്ചയായും ഗൾഫ് പ്രവാസത്തിന് വലിയ പങ്കുണ്ട്. പ്രവാസികൾ നടത്തിയ സാമ്പത്തിക ഇടപെടലുകൾ കേരള സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. മലയാളികളുടെ പ്രവാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും സാമ്പത്തിക സാമൂഹിക രംഗത്ത് പ്രവാസം സൃഷ്ടിക്കുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ചും തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കേരള മൈഗ്രേഷൻ സർവേ. 1998 ആരംഭിച്ച കേരള മൈഗ്രേഷൻ സർവേ 2023 റിപ്പോർട്ടോടെ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2023 സർവേ റിപ്പോർട്ട് കഴിഞ്ഞ മാസം ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. പ്രൊഫസർമാരായ എസ് ഇരുദയരാജൻ, KC സക്കറിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് 1998 കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുന്നതിനുള്ള സർവേക്ക് തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് തുടക്കമിടുന്നത്. 2023 നോർക്കയിൽ നിന്നുള്ള ധനസഹായത്തോടെ ഗുലാവത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് പഠനം നടത്തിയത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷന്റെ സാങ്കേതിക പിന്തുണയും സർവേക്ക് ലഭിച്ചിരുന്നു. 1998 10,000 വീടുകൾ തിരഞ്ഞെടുത്തായിരുന്നു പഠനം നടത്തിയത്. 2018 15,000-ഓളം വീടുകളായിരുന്നു പഠന സാമ്പിൾ. 2023 14 ജില്ലകളിലെ 77 താലൂക്കുകളിൽ നിന്ന് 20,000-ഓളം വീടുകൾ തിരഞ്ഞെടുത്താണ് പഠനം നടത്തിയത്. കേരള മൈഗ്രേഷൻ സർവേ 25 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പുറത്തുവന്ന പുതിയ റിപ്പോർട്ട് കാൽ നൂറ്റാണ്ടിനിടയിൽ മലയാളികളുടെ കുടിയേറ്റത്തിലുണ്ടായ വിവിധ പ്രവണതകളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. 25 വർഷത്തിനിടയിൽ പ്രവാസത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നും കേരള സമൂഹത്തിൽ ആ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രതിഫലനങ്ങൾ എന്തെല്ലാമാണെന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു എന്നതാണ് കേരള മൈഗ്രേഷൻ സർവേ 2023 ഏറ്റവും പ്രധാന കണ്ടെത്തൽ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1998 മുതൽ 2023 വരെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ കണക്കുകളാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. 5 വർഷത്തെ ഇടവേളകളിലുള്ള കണക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ 1998 കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 13 ലക്ഷത്തിലധികമായിരുന്നു പ്രവാസികളുടെ എണ്ണം. എന്നാൽ 2023 എത്തുമ്പോഴേക്കും പ്രവാസികളുടെ എണ്ണം 21 ലക്ഷം കടന്നതായി നമുക്ക് കാണാം. എന്നാൽ 1998 നിന്നും 2003 എത്തുമ്പോൾ ഉണ്ടായ പ്രവാസികളുടെ എണ്ണത്തിൽ ഉണ്ടായ ഒരു വളർച്ച പിന്നീടുള്ള വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2018 സർവേ റിപ്പോർട്ട് പ്രകാരം പ്രവാസികളുടെ എണ്ണത്തിൽ വൻ കുറവാണ് കാണാൻ സാധിക്കുന്നത്. 2018 അപേക്ഷിച്ച് 2023 പ്രവാസികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. എങ്കിലും 32,388 പേര് മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പ്രവാസികളുടെ എണ്ണം കുറയുന്ന പ്രവണതയാണ് സർവേ ഫലം കാണിക്കുന്നത്. എന്നാൽ നമ്മൾ 2023 നേരിയ വർധന ഉണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കുടിയേറുന്നത് കൊണ്ടാണ് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടേബിളിലേക്ക് പോകാം. ഈ ടേബിളിൽ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിലുണ്ടായ വ്യത്യാസമാണ് ഇതിൽ വിശദമാക്കിയിരിക്കുന്നത്. ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണം പരിശോധിച്ചാൽ വടക്കൻ ജില്ലകളായ കോഴിക്കോട്, മലപ്പുറം എന്നിവ തന്നെയാണ് പ്രവാസികളുടെ എണ്ണത്തിൽ മുന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടുക്കി, വയനാട് തുടങ്ങിയ പിന്നോക്ക ജില്ലകൾ ഏറ്റവും കുറവ് പ്രവാസികളുള്ള ജില്ലകളായി തുടരുന്നു. 1998 മുതൽ 2023 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 14 ജില്ലകളിൽ 9 ജില്ലകളിൽ പ്രവാസികളുടെ എണ്ണം കുറയുന്നതായാണ് സർവേ ഫലം കാണിക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, പാലക്കാട് ജില്ലകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അടുത്ത ടേബിള് പരിശോധിക്കാം. ഈ ടേബിളിലും ജില്ലകളിലെ കണക്കുകൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തും 10 വർഷക്കാലത്തിനിടയിലും ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിലുണ്ടായ വ്യത്യാസമാണ് ഈ ടേബിളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. 2013 മുതൽ 2023 വരെയുള്ള ഒരു 10 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഏകദേശം 7ഓളം ജില്ലകളിലാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നതായി നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 9ഓളം ജില്ലകളിൽ പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാസം കുറയുന്നു എന്ന സൂചനയാണ് പൊതുവിൽ ഈ ടേബിളുകളിൽ നിന്നുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്കിനി അടുത്ത ടേബിള് പരിശോധിക്കാം.
ഈ ടേബിളിൽ താലൂക്കുകളിൽ നിന്നുള്ള പ്രവാസികളുടെ കണക്കുകളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ആദ്യത്തെ 10 താലൂക്കുകളാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് പരമ്പരാഗതമായി പ്രവാസികൾ കൂടുതലുള്ള ജില്ലകളിൽ നിന്നുള്ള താലൂക്കുകൾ തന്നെയാണ് ഈ കണക്കിലും മുന്നിൽ നിൽക്കുന്നത്. അതായത് തിരൂര്, തലശ്ശേരി, തിരൂരങ്ങാടി പോലെ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള താലൂക്കുകളാണ് മുന്നിൽ നിൽക്കുന്നത്. ആദ്യത്തെ 10 താലൂക്കുകളിൽ 8 എണ്ണവും മലബാർ മേഖലയിൽ നിന്നുള്ളവയാണ്. മലബാർ മേഖലയിൽ നിന്ന് തന്നെയാണ് ഗൾഫ് പ്രവാസം ഇപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നു എന്ന കണക്കാണ് ഇത് വ്യക്തമാക്കുന്നത്. അടുത്ത ടേബിളിൽ ഏറ്റവും കുറവ് പ്രവാസികളുള്ള 10 താലൂക്കുകളാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് പ്രവാസികളുള്ള ജില്ലകളായ ഇടുക്കിയിലെയും വയനാട്ടിലെയും താലൂക്കുകൾ തന്നെയാണ് പ്രവാസികളുടെ എണ്ണത്തിൽ പിന്നിൽ നിൽക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൽ വരുന്ന ദേവികുളം, വൈത്തിരി, പീരുമേട് എന്നിവ പ്ലാന്റേഷൻ മേഖലകളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാസികളുടെ എണ്ണത്തിൽ പിന്നിൽ നിൽക്കുന്ന ചിറ്റൂർ, കുട്ടനാട് താലൂക്കുകളാകട്ടെ പരമ്പരാഗതമായി നെൽകൃഷി കൂടുതലുള്ള മേഖലകളാണ്. പ്രവാസികളുടെ എണ്ണത്തിൽ പിന്നിൽ നിൽക്കുന്ന മറ്റു 2 താലൂക്കുകളായ മാനന്തവാടി, നെടുമങ്ങാട് എന്നിവ ആദിവാസി ജനസംഖ്യയുള്ള മേഖലകളാണ്. കേരളത്തിലെ പിന്നോക്ക പ്രദേശങ്ങളിലും പ്ലാന്റേഷനുകളിലും കാർഷിക രംഗത്തും തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് പ്രവാസികൾ കുറവുള്ളത് എന്നാണ് ഈ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിനി അടുത്ത ടേബിൾ പരിശോധിക്കാം. ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് മലയാളികൾ കൂടുതലായി പോകുന്നത് എന്നാണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പരിശോധിക്കുകയാണെങ്കിൽ UAE, സൗദി, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്കാണ് 25 വർഷമായി പ്രവാസികൾ കൂടുതലായി പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ UK, കാനഡ, USA, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്ത്രീകളുടെ കുടിയേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ കൂടുതൽ പേരും മലയാളികളായ നഴ്സുമാരാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ടേബിള് പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത ടേബിളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്കും ഉള്ള കുടിയേറ്റത്തിന്റെ പ്രവണതകളാണ് അടുത്ത ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1998 മുതൽ 2023 വരെയുള്ള കാലത്ത് ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്കുള്ള പ്രവാസത്തിന്റെ പ്രവണത പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന വലിയൊരു മാറ്റം ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടി വരുന്നു എന്നുള്ളതാണ്. 1998 93.8% ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസികളുടെ എണ്ണം 80.5% കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഗൾഫ് ഇതര രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 1998 6.2% ആയിരുന്നത് 2023 എത്തുമ്പോഴേക്കും 19.5% കൂടിയിരിക്കുകയാണ്. ഗൾഫിലേക്കുള്ള പ്രവാസം കുറഞ്ഞെങ്കിലും ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്കുള്ള പ്രവാസം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൂടി എന്നതുകൊണ്ട് 2023 റിപ്പോർട്ടിൽ പ്രവാസത്തിൽ നേരിയ വർധനവുണ്ടായതായി കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റമാണല്ലോ കേരളം ഇപ്പോൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതിനെക്കുറിച്ച് കേരള മൈഗ്രേഷൻ സർവേ നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇത് പരിശോധിക്കുകയാണെങ്കിൽ തൊഴിലിനായി തന്നെയാണ് കൂടുതൽ പേരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പെൺകുട്ടികൾ മുൻ വർഷങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി വിദേശ വിദ്യാഭ്യാസത്തിനായി പോകുന്നതായി നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തൊഴിൽ ഏർപ്പെടാത്ത പ്രവാസികളായ സ്ത്രീകളുടെ എണ്ണവും വളരെ കൂടുതലാണെന്ന് ഈ ടേബിളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ടേബിള് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ഈ ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം, തൃശൂർ, കോട്ടയം, കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്ന് 20,000-ന് മുകളിൽ വിദ്യാർത്ഥികളാണ് വിദേശ വിദ്യാഭ്യാസത്തിനായി പോയിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് ഏകദേശം 1,50,000-നടുത്ത് വിദ്യാർത്ഥികൾ വിദേശ വിദ്യാഭ്യാസത്തിനായി പോയിട്ടുണ്ട് എന്നാണ് ടേബിളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2018 1,29,763 വിദ്യാർത്ഥികളായിരുന്നു പുറം രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോയിരുന്നത് എങ്കിൽ 2023 എത്തുമ്പോഴേക്കും 2,50,000 പേർ എന്ന് കണക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. അടുത്ത ടേബിള് പരിശോധിക്കുകയാണെങ്കിൽ ഇതില് കേരളത്തിൽ നിന്നുള്ള വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ ജെൻഡർ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ഈ ടേബിളിൽ വിശദമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോയതിൽ 54.4% പുരുഷന്മാരും 45.6% സ്ത്രീകളുമാണെന്നാണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ലിംഗപരമായ വ്യത്യാസം കുറഞ്ഞു വരുന്നതായി സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൊത്തം പ്രവാസികളുടെ എണ്ണത്തിൽ 80% പുരുഷന്മാരായിരിക്കെ
വിദ്യാർത്ഥികളിൽ 45.6% സ്ത്രീകളാണ് എന്നുള്ളത് ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ടേബിള് പരിശോധിക്കുകയാണെങ്കിൽ പ്രവാസികളുടെ മടങ്ങിവരവിന്റെ കണക്കുകളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാസികൾ മടങ്ങി വരുന്നത് 2003 20.9% ആയിരുന്നത് 2023 എത്തുമ്പോൾ 38.3% കൂടി. മുൻവർഷത്തെ അപേക്ഷിച്ച് 2018 42,325 പേർ മടങ്ങി വന്നപ്പോൾ 2023 4 ലക്ഷത്തിന് മുകളിൽ, അതായത് ഏകദേശം 5 ലക്ഷത്തിനടുത്ത് പ്രവാസികൾ മടങ്ങിയെത്തിയതായി കാണാൻ സാധിക്കും. അടുത്ത ടേബിളിൽ മടങ്ങിവരവിന്റെ കാരണങ്ങളാണ് വിശദമാക്കിയിരിക്കുന്നത്. മടങ്ങിവരവിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ 18% ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുറഞ്ഞ വേതനം, അസുഖങ്ങളൊക്കെ പ്രധാന കാരണങ്ങളായി ഈ ടേബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 16% കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് മടങ്ങി വന്നവരാണ്. സർവേയിൽ കോവിഡ് മൂലം പല മേഖലകളിലും ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രവാസികളുടെ മടങ്ങിവരവിനെ സ്വാധീനിച്ചതായും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലെ സ്വദേശിവൽക്കരണവും മലയാളി പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി പ്രവാസികൾ അയക്കുന്ന പണം എങ്ങനെയാണ് നമ്മളിവിടെ വിനിയോഗിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മലയാളി പ്രവാസികൾ 2023 നാട്ടിലേക്ക് അയച്ചത് 2.16 ലക്ഷം കോടി രൂപയാണെന്നാണ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ വിനിയോഗം പരിശോധിച്ചാൽ മുൻകാലങ്ങളിലെ പോലെ വീട് പുതുക്കി പണിയാനാണ് 15% ഉപയോഗിക്കുന്നതെന്ന് കാണാം. 14% ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതേസമയം 10% നമ്മൾ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നതായും നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും വരുമാനം ഉണ്ടാകുന്ന തൊഴിലുകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് മലയാളി പ്രവാസികൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സർവേ ഫലവും സൂചിപ്പിക്കുന്നത്. അവസാനത്തെ ചാർട്ടിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്രവാസികൾ ഉള്ള വീടുകളിലെയും പ്രവാസികൾ ഇല്ലാത്ത വീടുകളിലെയും വരുമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രവാസികൾ ഉള്ള വീടുകളാണ് പ്രവാസികൾ ഇല്ലാത്ത വീടുകളെ അപേക്ഷിച്ച് കൂടുതൽ വരുമാനമുള്ളതും അതുപോലെ തന്നെ കൂടുതൽ തുക ചിലവാക്കുന്നതും എന്നാണ് സർവേ പറയുന്നത്. മീഡിയനിലാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാസികൾ ഉള്ള വീടുകൾ 30,000 രൂപ വരുമാനത്തിൽ 15,000 രൂപ ചിലവാക്കുമ്പോൾ പ്രവാസികൾ ഇല്ലാത്ത വീടുകൾ ഒരു മാസം 15,000 രൂപ വരുമാനത്തിൽ 10,000 രൂപ ചിലവാക്കുന്നതായി കാണാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാസികൾ ഉള്ള വീടുകളിൽ നീക്കിയിരിപ്പ് ഏകദേശം 14,500 രൂപ വരുമ്പോൾ പ്രവാസികൾ ഇല്ലാത്ത വീടുകളിലെ നീക്കിയിരിപ്പ് ഏകദേശം 5,000 രൂപ മാത്രമാണ് എന്നുള്ളതാണ്. കേരള മൈഗ്രേഷൻ സർവേ മുന്നോട്ട് വെക്കുന്ന 25 വർഷത്തെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മലയാളികളുടെ പ്രവാസത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസം കുറയുമ്പോൾ ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്കുള്ള പ്രവാസം കൂടുന്നതായും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചതായും കാണാൻ സാധിക്കും. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് പ്രവാസം ഇപ്പോഴും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതായി തന്നെയാണ് സർവേയിലൂടെ വ്യക്തമാകുന്നത്. 25 വർഷമായി ഈ സർവേക്ക് നേതൃത്വം നൽകുന്ന സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ മുൻ പ്രൊഫസറും മൈഗ്രേഷൻ എക്സ്പേർട്ടുമായ എസ് ഇരുദയരാജൻ ഈ പരിപാടിയിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുകയാണ്. സ്വാഗതം സാർ. The Kerala Migration Survey started in 1998, completed its silver jubilee in 2023. Over the period of last 25 years, we ran this survey around 9 times. When we started in 1998, we never thought this survey will continue and survive of 25 years. Because migration survey is always a costly affair. We need more money to do a migration survey to estimate migrants, return migrants and remittances. Some more issues when we discuss about Kerala Migration Survey over the last 25 years. There are 3 trends which are important and should be discussed. The social cost of migration, what we call it, emotions of migration from Kerala. We talk about money, 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 but we never talk about emotions of migrants who are left behind. Kerala currently has 1 million married women whose husbands are in the Gulf and other part of the world.
imagine what will be the social and economic impact of husbands away and women left behind in Kerala. This is not only true for women, it's also true for children. We have 2 million children in Kerala, growing with either mother or father, or with only grandparents, or in the boarding school. Growing up without parents, what will be the future implication of these students who is growing into adulthood without fathers or the parents' direct support? We have not seen that still. Another 4 million old people in this Kerala state are living in a condition where they are not able to see their children every day. Most of them are migrants. But I remember one of the lady from one of the district in Kerala said, even if I die, I will be in the mobile mortuary for 4 days because my children has to come. And this is the fate of impact of migration on children, women and elderly. What is the scope of Gulf and non-Gulf migration? When we started our Kerala migration survey in 1998, 90% of the Keralites were going to Gulf. After 25 years, we found a new trend. Now, 20% Keralites are leaving to non-Gulf countries. That means they will never come back. If you go to Gulf, you will return. If you don't go to Gulf, you go to America as a student migration, you are unlikely to return. What will be the implication for Kerala economy and society? First time in the history of Kerala, Kerala will have a negative population growth between 2040 and 2050. And now we estimate 1 million houses are being locked in Kerala. This number will increase, and I think there may be more houses for sale in Kerala. The money will be taken to UK, Australia, Canada and US. The housing market in the US will be decided by the housing market in Kerala. The children will sell their parents' property and buy their houses in Canada. This is going to be a new trend we are going to witness. And Kerala will have a lot of coast villages, coast municipalities, and maybe even coast district, where you will find only old people and sometimes some small children living with the grandparents. And the youth will disappear in many parts of Kerala in the name of student migration. The last 25 years, again we see earlier in 1960s, if you look at the history of migration, people study in Kerala and then they go and work outside Kerala. This was the first trend of Kerala migration. The second trend, they will study within India and then they will leave outside the country. Today they are leaving as early as 18-year-old. This is a very serious trend, and it will have a huge implication for the Kerala economy and society. One of the things we are already witnessing is the huge in-migration to Kerala. I call them replacement migration. പ്രവാസിയായിരുന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വി മുസഫർ അഹമ്മദും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പൊ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 2023 സർവേ, അതായത് ഈ കഴിഞ്ഞ ലോക കേരള സഭയുടെ സമയത്ത് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള സർവേയിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ കേരളീയര് പുറത്തേക്ക് പോകുന്നത് കുറയുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, നമ്മളുടെ ഡെമോഗ്രഫിയിൽ വന്നിട്ടുള്ള മാറ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സാധാരണ നമ്മളൊരു മൈഗ്രന്റിനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും 18-നും 35-നും ഇടയിലുള്ള ആളുകളാണ് എപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മാറ്റം വരുന്നു. അതായത് 18-നും 35-നും ഇടയിൽ വരേണ്ട, അല്ലെങ്കിൽ ആ പ്രായത്തിൽ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ആ പ്രായത്തിലേക്ക് വരേണ്ട പുതിയ തലമുറയുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും, അതേസമയം മുൻ തലമുറയിൽ ഇനി മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയാത്ത പ്രായത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളുടെ
മലയാളിയുടെ മൈഗ്രേഷൻ കുറഞ്ഞിരിക്കുന്നു എന്ന ഈ മൈഗ്രേഷൻ സർവേയുടെ ഈ മൈഗ്രേഷൻ സർവേ നമുക്ക് തരുന്ന ആ സംഗതിയെ, ആ ആശയത്തെ, ആ ഫിനോമിനൻ, ആ പ്രതിഭാസത്തെ കാണേണ്ടത്. വാസ്തവത്തിൽ നമ്മളുടെ മൈഗ്രേഷൻ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്, അതോ നമ്മൾ മലയാളികളുടെ എണ്ണത്തിൽ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതാണ് ഇതിനകത്തെ ഡിബേറ്റ്. ഈ സമീപകാലത്ത് നമ്മളുടെ മൈഗ്രേഷനകത്ത് സംഭവിച്ചിട്ടുള്ളത്, പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ, ഇപ്പൊ ഈ സർവേയിൽ തന്നെ പറയുന്നുണ്ട് 2.5 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശങ്ങളിൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ മൈഗ്രേഷൻ ട്രെൻഡ്, അതാണ് ഇന്ന് കേരളത്തിലെ പുതിയ ഒരു മൈഗ്രേഷൻ ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഇനിയും നമ്മളുടെ ഏറ്റവും പുതിയ തലമുറ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും, അതായത് ഇവരിപ്പോഴും വിസ തട്ടിപ്പ് എന്ന് പണ്ട് വിളിച്ചിരുന്ന തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് തന്നെ പലരും ഇരയാകുന്നില്ലേ എന്നതാണ്. അവിടെയാണ് നമുക്ക് ഒരു മൈഗ്രന്റിന് സുരക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം വരുന്നത്. അതായത് വിദ്യാർത്ഥി വിസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ പലരും പലതരത്തിലുള്ള വഞ്ചനകളിൽ, ചീറ്റിങ്ങിൽ, അതേപോലെ അവരെ പഠിക്കാനായിട്ട് പോയ യൂണിവേഴ്സിറ്റിക്ക് നിലവാരമില്ല, ഇന്ത്യയിൽ അതിന് അംഗീകാരമില്ല, ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളിൽ നമ്മളുടെ പുതിയ തലമുറ, ഈ പറയുന്ന 2.5 ലക്ഷം പേര് മൈഗ്രേറ്റ് ചെയ്തതിൽ പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും തൊഴിൽ പ്രവാസത്തെ കുറിച്ച്, മലയാളി കേരളം വിട്ടു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പോയ ആളെ കുറിച്ച്, അല്ലെങ്കിൽ പോയ ആളുകളെ കുറിച്ച്, നാട്ടിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അവരുടെ ആളുകളെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ഒരിക്കലും ഗൗരവത്തോടെ കാണാതെ പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മൈഗ്രന്റ് കമ്മ്യൂണിറ്റിക്ക് ഇടയിലുള്ള വയോജനങ്ങൾ എന്ന് പറയുന്നത്. പ്രായമായ ആളുകൾ, ഈ നമ്മുടെ കേരളം വിട്ടുപോയിട്ടുള്ള അവരുടെ കുടുംബങ്ങളിലുള്ള മുതിർന്ന ആളുകളെ, നേരത്തെ നമ്മൾ പറഞ്ഞ സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളെ, അവരുടെ സംരക്ഷണം, അതാണ് സത്യത്തിൽ ഇന്ന് പ്രവാസി സംരക്ഷണം എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ, ഈ ഒരു ഉത്തരവാദിത്തം, ഇത് നമ്മളുടെ മൈഗ്രേഷൻ സർവേയിൽ ഇത്ര പേർ വൃദ്ധരാണ് നമ്മളുടെ ഡെമോഗ്രഫിയിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉത്തരവാദിത്തം ആർക്കാണ്, അവരുടെ പരിചരണം ആർക്കാണ് എന്നുള്ള ഒരു പ്രധാന പ്രശ്നം വരുന്നുണ്ട്. മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞതായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ മൈഗ്രേഷൻ എന്ന് പറയുന്ന തൊഴിൽ പ്രവാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവാസം എന്ന് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഈ മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മളൊരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റി ആയിട്ട് തുടരുകയാണ് എങ്കിൽ ഇനിയും നമ്മളുടെ മൈഗ്രേഷൻ അവസാനിക്കാൻ പോകുന്നില്ല. നമ്മൾ പലതരത്തിലുള്ള മൈഗ്രേഷനിലേക്ക് തന്നെ പോകും, അതിൽ സംശയമൊന്നുമില്ല. അതിന്റെ ട്രെൻഡ് മാറാം, ആളുകൾ പോകുന്ന രാജ്യങ്ങൾ മാറാം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കാരണം കേരളത്തിന് ഇവിടെ ഉള്ള മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഒരു വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ്. ആ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് നമ്മൾ ഒരിക്കലും കടക്കുന്നില്ല. കേരളം എന്ന ചെറിയ പ്രദേശത്തിന്റെ ജീവിത രീതികളെയും കാഴ്ചപ്പാടുകളെയും ചലനാത്മകതയെയും എല്ലാം പ്രവാസം വലിയ രീതിയിൽ മാറ്റി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസത്തിന്റെ രീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിരന്തരം നിരീക്ഷിക്കുക എന്നത് വളരെ പ്രസക്തം തന്നെയാണ്. പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും പലതരം ചർച്ചകൾക്ക് 25 വർഷത്തെ കണക്കുകൾ വഴി തുറക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.